ഇനിയാണ് ക്ലൈമാക്സിലോട്ടുള്ള പോക്ക്. നേരത്തെ റോട്ടിൽ കിടന്ന് കളഞ്ഞു കിട്ടിയ കൊച്ചിക്കയില്ലേ, അവൻ വളർന്ന് വലുതാവേണ്. അവൻ വലുതായപ്പോഴാണ് അവൻ ഒരു സത്യം മനസ്സിലാക്കണത്. അവനെ യഥാർത്ഥത്തിൽ എടുത്തു വളർത്തിയത് ആരാണെന്ന്. ആരാണെന്ന് പറ, ഒന്ന് ആലോചിച്ച് നോക്ക്. അവന്റെ വളർത്തച്ഛൻ. അവിടെയാണ് എല്ലാവർക്കും തെറ്റണത്. എല്ലാരും അങ്ങനെ വിചാരിക്കൂ. പിന്നെ ആര്? അവനെ എടുത്തു വളർത്തിയ ആളാണ് ആ കൊച്ചിന്റെ യഥാർത്ഥ മോൻ. അവൻ മോനെ 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 അല്ലടെ മോനെ എന്ന് അങ്ങനെ നീട്ടി ഒക്കെ ഇട്ട് വിളിക്കുന്നിടത്താണ് എപ്പിസോഡിന്റെ എൻഡ്. ഓ, ഇങ്ങനെ ഒരു എൻഡ് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. ആര് പ്രതീക്ഷിച്ച്? എന്താ പറഞ്ഞു? ആരും നിരീക്കണ പോലെ അല്ല എന്റെ സീരിയലിന്റെ പോക്ക്. ഒന്നും രണ്ടൊന്നും അല്ല, 36 സീരിയലുകളാണ് ഒരേ സമയം എന്റെ കൈവെള്ളയിൽ കൂടെ എഴുതി തള്ളണത്. ദാണ്ട തഴമ്പ് കണ്ടോ നോക്ക്. ഓ, സമ്മതിച്ചു. നീ വിചാരിക്കുക ഇത് കാൺക്രീറ്റിന് പോയ തഴമ്പാണ്, അമ്മണല്ല. ഇതൊക്കെ ഉണ്ടല്ലോ പേന പിടിച്ച തഴമ്പുകളാണ്. നീ പേനയും തെളിയും വാ ഉള്ളനക്ക്. ഹലോ തള്ള, ഇത് ആ സീരിയലിന്റെ ഷൂട്ടിംഗ് ഇടേ. ഞാൻ ഈ മയക്കുമരുന്നിന്റെ അല്ല സർ, ഞാൻ ഇൻസ്പെക്ടർ പ്രകാശ് കുമാർ നിനക്കൊന്ന് പറഞ്ഞുകൂടാ. ഡിപ്പാർട്ട്മെന്റിലെ പുലിയാണടാ പുലി. ഇങ്ങേരും പുലിയാ. അവനൊക്കെ ഇങ്ങോട്ട് ഇറക്ക്. പട്ടാപ്പകൽ നടു റോഡിൽ വെച്ച് മയക്കുമരുന്ന് കച്ചവടം. ഇങ്ങോട്ട് ഇറങ്ങടാ. CK സുന്ദരേശൻ സാറല്ലേ? തനിക്കറിയോ കുമാരെ? സാർ, ഇത് സീരിയൽ റൈറ്റർ സുന്ദരേശനാണ്. ഇദ്ദേഹത്തിന്റെ സ്ത്രീ ഒരു പെണ്ണെന്ന സീരിയലിൽ ഞാനൊരു പിച്ചക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സാർ. അവളൊരു അവതാരം എന്ന സീരിയൽ എഴുതിയ CK സുന്ദരേശൻ ഇദ്ദേഹമാ? അതെ സാർ. ഷോ, എന്നാ പിന്നെ അത് ആദ്യമേ പറഞ്ഞൂടായിരുന്നു. എല്ലാ അതിന്റെ വഴിയാമെന്ന് അറിയട്ടെ എന്ന് ഞാൻ അങ്ങ് നുരിച്ച്. അതല്ലേ സാറ് മുതുകത്ത് ടമാറെന്ന് അടിച്ചനൊക്കെ ഞാൻ മിണ്ടാതെ കൂനി കൂടിയിരുന്നു. അത് അങ്ങനെ പറ്റിയൊന്നുമല്ല. ഈ ജുബാക്കാരെ മയക്കുമരുന്ന് കൊടുത്തു വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ അതെന്റെ പുതിയ സീരിയലിന്റെ പേരാണ് മയക്കുമരുന്ന്. സാർ, എനിക്കതിലൊരു വേഷം ഒപ്പിച്ച് തരണേ. നോക്കാം. സാർ ആദ്യമായിട്ട് എന്റെ സ്റ്റേഷൻ വരെ വന്നതല്ലേ, ഒന്ന് അകത്തേറി ഒരു ചായയും പരിപ്പോടിയൊക്കെ തിന്നിട്ട് പോവാം. സാറിന്റെ ഇന്ന് കിട്ടിയ പരിപ്പോട് തന്നെ ധാരാളം. എനിക്ക് ജവഹർ കോളനി വരെ ഒന്ന് പോണം. ജവഹർ നഗർ കോളനിയിലോ? ഓ, എന്ത്? ഞാൻ അവിടുത്തെ അസോസിയേഷന്റെ പ്രസിഡന്റ് അല്ലേ? തന്നെ? വാ, ഞാൻ കൊണ്ടുവിടാം സാറിന്. ഞാനും വൈഫും സാറിന്റെ ആരാധകരാ. എന്നിട്ടാണല്ലേ എന്നെ പിടിച്ച് ഉള്ളത്തള്ളാൻ നോക്കിയത്. അത് പിന്നെ ആളറിയാതെ അങ്ങനെ പറ്റിപ്പോയി. ഞാൻ ചുമ്മാ അറിഞ്ഞല്ലേ. കോളനി ചെന്നിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. അല്ല, കോളനില്ലോ? അവിടെ സുന്ദരേശൻ ആരെ കാണണം? ആരെയും കാണാനല്ല, കുറച്ച് ദിവസം അവിടെ താമസിച്ചുണ്ട് ആ കോളനിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സീരിയൽ എഴുതണം. പിന്നെ ഒരു സ്ക്രിപ്റ്റ് കടയും കൂടെ തുടങ്ങണം. സ്ക്രിപ്റ്റ് കടയോ? വാ, ഞാൻ ഒരേ സമയം 10-30 സീരിയലുകൾ എഴുതുന്നുണ്ട്. 2-3 സ്റ്റാഫുകളെയൊക്കെ വെച്ച്, പിന്നെ ഒരു ഓഫീസൊക്കെ വെച്ച് സെറ്റപ്പില്, പിന്നെ ഒരു വീട് ഒത്തു കിട്ടണം. അതൊക്കെ നമുക്ക് ഒപ്പിക്കാം. ഓ, താങ്ക് യു. സുമേ, ഇതാരാണെന്ന് മനസ്സിലായ? അയ്യോ, ഇത് നമ്മുടെ CK സുന്ദരേശൻ സാറല്ലേ? ഓ, തന്നെ? അത് ശരി. അപ്പൊ സാറ് എന്നെ പോലെ ഭയങ്കര പ്രശസ്തൻ തന്നെ. സാറ് ഈ സീരിയൽ കംപ്ലീറ്റ് നമുക്ക് മനപ്പാടോ തന്നെ? വനിതാ ശബ്ദം മാസികയിൽ സാറിന്റെ ഒരു റൈറ്റപ്പ് ഉണ്ടായിരുന്നു. അയ്യോ സാറേ, ഇത് മറ്റേ മയക്കുമരുന്ന്. അത് തന്നെ, എന്റെ പുതിയ സീരിയലിന്റെ പേര് മയക്കുമരുന്ന്. അത് ഇതിനിടയ്ക്ക് ഫ്ലാഷ് ആയ ഞാൻ ഒരു ഭയങ്കര തന്നെ അടങ്ങുമനെ. അല്ല, ഇതാണ് സാറേ മറ്റേ കാറിൽ പെട്ടിയൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ. എടാ, ഇത് നീ ഉദ്ദേശിക്കുന്ന ആളല്ല. മയക്കുമരുന്നിന്റെ കച്ചവടം നടത്തുന്നുണ്ടെന്നും പറഞ്ഞ് ഈ മണ്ടനാണ് എനിക്ക് ഫോൺ ചെയ്തത്. നീ ആള് കൊള്ളാലടാപ്പി. സാറ് വാ, നമുക്ക് ആദ്യം സംസാരിക്കാം. ശരി, ആടെ വന്ന നിനക്ക് ഇതിന്റെ ചെറുതാണ് പറ്റിയത്. വലത് ഈ പിടിച്ചോ. ഓടാ, പോയി വെട്ടടാ. സുന്ദരേശൻ സാറ് സീരിയൽ എഴുതാൻ പറ്റിയ വീട് അന്വേഷിച്ചാണല്ലേ വന്നത്? അതെ.
നമ്മുടെ ആ കെട്ടിടം അയാൾക്ക് വാടകയ്ക്ക് കൊടുത്താൽ എന്താ? ആ ഞാനത് നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വീട് ഒപ്പിച്ചു കൊടുക്കാമെന്ന് ഞാൻ അയാൾക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. 6 തരുന്നതിനേക്കാളും 1000 രൂപ കൂടുതൽ തരാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കെട്ടിടം അയാൾക്ക് കൊടുക്കാം. വെറുതെ അടച്ചുപൂട്ടി ഇടണ്ടല്ലോ. അല്ല, ഈ സീരിയലിന്റെ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാ അത് സാറേ ആലോചിച്ചിട്ട് ഇതൊരു നല്ല സെറ്റപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്നത് പ്രശസ്ത സ്ക്രിപ്റ്റ് റൈറ്റർ CK സുന്ദരേശനാണെന്ന് അറിഞ്ഞാ ഈ കോളനിയിൽ എന്റെ വെയിറ്റ് കൂടും. ഇപ്പൊ ചേച്ചിക്ക് എത്ര വെയിറ്റ് ഉണ്ട്? ചേച്ചിയുടെ വെയിറ്റ് ചുമ്മാ ഇടാ. എത്ര വെയിറ്റ് ഉണ്ട് ചേച്ചി? 51. മതിയോ? പോരാ. ആ അന്നമ്മ ചേട്ടത്തി എടുത്ത് കിട പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 65 കിലോ വെയിറ്റ് എങ്കിലും വേണം, അല്ലേ ചേച്ചി? ആരോ ചേച്ചി വിളിക്കുന്നത്? ആ എന്തെങ്കിലും വരട്ടെ. അയാൾക്ക് എന്നെ വീട് വാടകയ്ക്ക് കൊടുത്തേക്ക്. അയാൾക്ക് എന്നെ കൊടുക്കണം. അയാളെ കോളനിക്കാരെ നിരീക്ഷിച്ച് പുതിയ കഥ എഴുതാൻ വന്ന ആളല്ലേ. രവിചന്ദ്രനോ ബാലപ്പനോ ഈ സംഗതി വല്ലതും അറിഞ്ഞ സുന്ദരേശനും നുണയും കുണ്ടണിയും പറഞ്ഞ് അവരുടെ പരിധിയിലാക്കും. പിന്നെ സീരിയലിലെ വില്ലനും വില്ലത്തിയൊക്കെ ചിലപ്പോ നമ്മൾ തന്നെ ആയിരിക്കും. ഇവൻ പറഞ്ഞത് അക്ഷരം പ്രതി പോയിന്റുകളാ. ആ, ആ, ആ. സീരിയൽ പാർട്ടിക്ക് വീട് കൊടുത്താ പല പല പ്രയോജനങ്ങളുണ്ട്. എന്തൊരു പ്രയോജനങ്ങള്? അഭിനയിക്കാം, ഷൈൻ ചെയ്യാം, പിന്നെ കഥയിലും കയറി ഇടപെടാം. പിന്നെ പക്ഷേ ഇതിലൊന്നും ഇല്ലാത്തൊരു കിടിലൻ സംഗതി ഞാൻ കാണുന്നുണ്ട്. എന്തോന്നടേ? സാറിന് വേണമെങ്കിൽ സീരിയലിൽ സംഗീത സംവിധാനം ചെയ്യാം. സീരിയലിൽ ആദ്യം കേൾക്കണ പാട്ട് കയറി ക്ലിക്കായ പിന്നെ സാറ് കേരളത്തിലെ ആരാ? റഹ്മാനാ, റഹ്മാൻ. ശരിയാണ്, ഇവൻ പറയണത് കറക്റ്റ് തന്നെ. ഒരു സംഗീത ബോധവും ഇല്ലാത്ത പോലീസുകാരല്ലേ മാസാമാസം കാസറ്റുകൾ, ഭക്തി കാസറ്റുകളും കോമഡി കാസറ്റുകളും ഒക്കെ ഇറക്കണത്. പിന്നെ എന്തുകൊണ്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടറായി എനിക്ക് ഒരു സീരിയലിൽ സംഗീത സംവിധാനം ചെയ്തുകൂടാ? ചേട്ടൻ സംഗീത സംവിധാനം ചെയ്യുവോ? ചെയ്യുമെന്ന്. സംഗീത സംവിധാനം മാത്രമല്ല, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നൃത്തം. നീ എന്തോന്ന് വിചാരിച്ചു? ഞാനേ ഒരു മൾട്ടി പ്രതിഭയാണ്. നിനക്കറിയാമോ, ഈ കാക്കിക്കുള്ളിൽ നീ കാണാത്ത ഒരു അസാധ്യ കലാകാരനുണ്ട്. അതൊക്കെ പോട്ട് നീ ആ കതിരേശനെ വിളി. കഴുതേശല്ലേ സാറേ, സുന്ദരേശൻ. സുന്ദരേശനെ വിളി, വീട് റെഡി. കുറച്ചുകൂടെ പൊക്കി വയ്ക്കും, റബ്ബർ കടയെന്ന് വായിക്കും. ആ കൊള്ളാം. സ്ക്രിപ്റ്റ് കട മിതമായ റേറ്റിൽ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കപ്പെടുന്നു. എമർജൻസി വിഭാഗം 24 മണിക്കൂർ പ്രവർത്തിക്കുന്നു. കൊള്ളാം, ഉഗ്രനായിട്ടുണ്ട്. കുളപ്പായി. 6ാമത്തെ എടുത്ത് 60 കൊടു. ആ കൊടു കൊടു. 5 ദിവസം ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ 5 ദിവസത്തേക്ക് ഇല്ല. എല്ലാരും കൂടെ. അയ്യോ തള്ള, ഇത് ആരൊക്കെ ഇത്? എനിക്ക് വയ്യ. അരിക്കട്ടെ, പ്രകാശ് സാർ വന്നില്ലേ? പ്രകാശ് ചേട്ടൻ അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ പോയിരിക്കുക. ഓ അത് ശരി. എന്തിനാ നോക്കണത്? ബോർഡ് ചെറുതായി പോയോ? പിന്നെ എനിക്ക് ഓവർ പ്രശസ്തി ഉള്ളതുകൊണ്ട് ബോർഡ് ഒരു പ്രശ്നമല്ല, ബോർഡ് ചെറുത് മതി. വീടുള്ള കാര്യം അത് പോടാ, അവിടെ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ എന്ത് സ്ക്രിപ്റ്റ് കടയ്ക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അയ്യോ, ഇത് കാണും പോലെയൊന്നും അല്ല, നല്ല യമണ്ടം കെട്ടടമല്ലേ. ഓ അയ്യോ പിന്നൊരു കാര്യം, ഞാൻ യുവത്തുങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. കാപ്പി മാലതി പേടിപ്പിക്കുന്ന സീരിയലെല്ലാം ഒറ്റ മൂച്ചിനിരുന്ന് എഴുതി തള്ളിക്കളയും. ഹലോ. പിന്നെ ഇത് ജോജി മൂലമറ്റം. ഹൈ റേഞ്ച് നോവൽ എഴുത്താണ് പരിപാടി. പകല് ടാപ്പിങ്ങിന് പോകും. ഹൈ റേഞ്ച് എഴുത്തുകാരനാ. ഹൈ റേഞ്ച് എന്ന് വെച്ചാ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ കുടിയേറ്റക്കാരുടെ ഒക്കെ കുടുംബ കഥകളൊക്കെ നല്ല രീതിയിൽ എഴുതും. നിന്റെ പേരെന്താണ്? വിക്രമൻ നായർ. ആ വിക്രമൻ നായർ. ഇങ്ങനെയാണ് പുണ്യ പുണാര സീരിയൽ എഴുതാൻ എന്നെ സഹായിക്കുന്നത്. നോവലോ? അതെന്തുവാ? പുണാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ പറയണ, പുരാണ സീരിയല് കേട്ടിട്ടില്ലേ? വെള്ളായണി പക്കി, ഇത്തിക്കര പരമു, അതുപോലുള്ള പുരാണ സീരിയൽ എഴുതാൻ എന്നെ സഹായിക്കുന്ന പാർട്ടിയാണ്. അയ്യോ, ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇങ്ങ് വാ. ഇതാണ് എന്റെ എല്ലാ സീരിയലും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ട് തല വയ്ക്കുന്ന പാർട്ടി. പേര് മാമച്ച മുയലാളി. അയ്യോ പറഞ്ഞ പോലെ നിങ്ങൾ വന്ന കാലം നിൽക്കണ്ട, എല്ലാരും അകത്തോട്ട് കയറി. ഇന്ന് പാല് കാച്ച ദിവസമല്ലേ? പാല് കാച്ചായിട്ട് ഞങ്ങൾക്കൊന്നും ഇല്ലേ? അയ്യോ ഇന്ന് പാല് കട തുറന്നില്ല. ഞാൻ കുറച്ച് തേയിലവെള്ളം കാച്ചി വെച്ചിട്ടുണ്ട്, വരി എടുത്ത് കുടിക്കാം. എല്ലാരും വരി, ആക്രാന്തത്തോടെ വന്ന് തിന്ന് തീക്കി. എന്തോന്നടേ അതാ SIയുടെ പെണ്ണും പിള്ളയെ ഓട്ടം തുള്ളലുകാരനായിട്ട് എന്തുവാ സംസാരം? അത് ഓട്ടം തുള്ളലുകാരനല്ല, പിന്നെ എഴുത്തുകാരനാണ് അയാൾ. ആധാരം എഴുത്താന്നോ? അയ്യോ അതല്ല, ഈ സിനിമയുടെ സീരിയലിന്റെ ഒക്കെ. നമുക്ക് പോയി പരിചയപ്പെട്ടാലോ? എന്തിന്? വേഷം കിട്ടും, ചോദിക്കാം. വിഷോ? ആ വേഷം കിട്ടുമെന്ന്. ആഹാ, ഇവനെന്തുവാ തുണി കച്ചവടം വല്ലതും ഉണ്ടോ? വാ നമുക്ക് ചോദിക്കാം. അവന്റെ കളർ ഷർട്ടും നെയ്യാണ്ടി വേളക്കാരന്റെ വേഷവും എന്തുവാ തോണ്ടും. എന്തോ ഇവൻ കോളനി കുളം തൊണ്ട് പറ. അതൊക്കെ ആശാന്റെ ചുമ്മാ തോന്നുന്നേന്ന്. അല്ല അല്ലടാ തോണ്ടും. ആശാൻ വന്നേ, ഇങ്ങോട്ട് വന്നേന്ന്. വാ പറയട്ടെ. ആ CK സുന്ദരേശൻ സാറ് നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ നടിയും കൂട്ടരൊക്കെ ഒന്ന് അറിയണം. വേണം വേണം വേണം.
വലിയ മഞ്ജുവാര്യരാണെന്നാ അവളുടെ ഒക്കെ വിചാരം. ഇവളൊക്കെ ചാൻസ് ചോദിച്ചോണ്ട് ചേച്ചിയുടെ പിറകെ ഇങ്ങനെ 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 നടക്കണം, എനിക്കൊന്ന് കാണണം. അതെന്റെ ഒരു വാശിയും കൂടെയാണ്. അതെ. ദാ വന്ന് രണ്ടെണ്ണം അടിച്ചു കൊന്നാലും ചാവൂലേ. ഓ, ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തോന്ന് കാര്യം? അല്ല, CK സുന്ദരേശൻ സാർ നമ്മുടെ കോളനി താമസമാക്കിയ വിവരം ഞാൻ ഇന്ന് വെളുപ്പിനെ അറിഞ്ഞത്. അതുകൊണ്ട് കോളനി എന്ന് വെച്ചാലേ പ്രകാശ് സാറിന്റെ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്, അറിയാവോ? ചേച്ചി, എന്റെ കാര്യം ഒന്ന് സുന്ദരേശൻ സാറിനോട് പറയണം. മയക്കുമരുന്നിൽ നല്ലൊരു വേഷം. പക്ഷേ സുന്ദരേശൻ സാർ ആര് പറഞ്ഞാലും കേക്കില്ല. ചേച്ചി ഒന്ന് പറഞ്ഞാ. കേക്കില്ലേ? അയാൾക്ക് ചെവിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. നോക്കട്ടെ, പ്രകാശ് ചേട്ടനായിരിക്കും ആ സീരിയലിൽ മിക്കവാറും മ്യൂസിക് ചെയ്യുന്നത്. മിക്കവാറും അല്ല, ആണ്. പിന്നെ ഞാൻ ചേട്ടനോടൊന്ന് പറഞ്ഞു നോക്കാം. മ്യൂസിക് ഡയറക്ടർ റെക്കമെൻഡേഷനൊന്നും ഡയറക്ടേഴ്സ് കേക്കില്ല ചേച്ചി. പിന്നെ എഴുതുന്ന ആള് പറയുമ്പോ ആരെഴുതിയാലും ശരി, മയക്കുമരുന്നിൽ ആരഭിനയിക്കണം ആരഭിനയിക്കണ്ടെന്ന് തീരുമാനിക്കുന്നതേ പ്രകാശ് ചേട്ടനാ. അയ്യോ, അപ്പൊ സാറാണോ പ്രൊഡ്യൂസർ? ആണെങ്കിലാ ആ, അല്ല, എന്നാ സാറ് പറഞ്ഞാലും മതിയായിരുന്നു അല്ലേ? ആ, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വേഷം ചെയ്യാനാവും, അല്ലേ മണിയാ? പിന്നെ ഗ്യാരണ്ടി ഇല്ലേ? ആ. അത് പറയാം. ചേച്ചി വന്നേ. ശരി, വരട്ടെ. നടക്കുന്നത്. അയ്യടാ. അവളുടെ ജാട കണ്ടില്ലേ? അവൾക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന്. ചേച്ചി, വേഷങ്ങൾ കൊടുക്കുന്നത് സൂക്ഷിച്ചായിരിക്കണം. വേലക്കാരിയായിട്ട് നമ്മൾ വേഷം കൊടുക്കും. 2 ദിവസം കഴിയുമ്പോൾ അവള് കൊച്ചമായിട്ട് കയറി അങ്ങ് വിലസും. എടാ മണിയാ, ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ കാര്യമാണോ? പിന്നെ അയാളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, എന്തോന്ന്? കടലാസും പേനയും. ഒന്ന് പോടാ. അങ്ങനല്ലേ? എടാ, പ്രകാശ് ചേട്ടനെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിപ്പിക്കാൻ ഞാൻ സുന്ദരേശനോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വേണം മലയാള സീരിയലെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പൂട്ടി കേട്ടായി. എന്റെ ചേച്ചി, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അയാളുടെ സ്ക്രിപ്റ്റ് എഴുത്ത് കടയിൽ ഇടക്കിടക്കൊക്കെ ചെന്ന് ഈ എഴുത്തിന്റെ ഗുട്ടൻസ് ഞാൻ പിടിച്ചോളാം. അത് വെച്ച കാച്ചാ മതി. സിമ്പിൾ അല്ലേ കാര്യം? മതിയാ? ഇത്രേ ഉള്ളൂ? പിന്നെ അല്ലാതെ. ചേച്ചി വാ. മുട്ടുകാലി കയറ്റി കൊന്നളയും കേട്ടോ, പറയണ എനിക്ക് മനസ്സിലാവും. നിനക്കെന്താ മിനിറ്റ് വെച്ച് സംശയങ്ങൾ തന്നെ? എടാ, ഞാൻ പറയും പോലെ നീ അങ്ങോട്ട് എഴുതി എടുത്താൽ മതി, മനസ്സിലായില്ലേ? അതായത് എടാ, ഞാൻ പറയണമല്ല, നീ കേൾക്കണോണ്ടാ. അതായത് ശശാങ്കം ഭാനുമതിയെ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നതിന്റെ പിറ്റെന്നാണ് അറിയണത് തന്റെ പെണ്ണ്, അതായത് ഭാനുമതി 7.5 മാസം പരിപൂർണ ഗർഭിണിയാണെന്ന്. അങ്ങനെ ഭാനുമതി ഞെട്ടിത്തെറിച്ച് വീണടുത്ത് കട്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഭാനുമതിയുടെ കാമുകൻ കയറെടുത്തോണ്ട് ചാവാനായിട്ട് ഓടിക്കൊണ്ട് വരുന്നതാണ്. പോടാ. എടാ, ഞാൻ പറയണ നീ കറക്റ്റായിട്ട് എഴുതിയട്. അങ്ങനെ വെപ്രാളത്തിൽ കയറുമായിട്ട് വരുമ്പോഴാണ് അവ അറിയണത് പയറിന്റെ അറ്റത്ത് കശുവാണെന്ന്. അല്ല, പയറിന്റെ അറ്റത്ത് പശുവാണെന്ന്. എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കില്ല, പറയണായിട്ട് എഴുതറ. ആ, കയറിന്റെ അറ്റത്തെ പശു. അവിടെ നമുക്ക് കോമഡി വർക്കൗട്ട് ചെയ്യാം. ഡേ, ഞാൻ പറയണല്ല, നീ കറക്റ്റായിട്ട് എഴുതി എടുക്കണോണ്ടാ. അവൻ കയറ് കളഞ്ഞിട്ട് സാരി എടുക്കുന്നു, എന്നിട്ട് സാരിയുമായിട്ട് അവൻ തൂങ്ങാൻ പോകുന്നു. ഡേ, പറയുമ്പോ ശ്രദ്ധിച്ചെഴുതണം. തൂങ്ങാൻ, അക്ഷരം തെറ്റരുത്, തൂങ്ങാനാണ്. സാരിയുമായി അവൻ ഉഴറുന്നു. എടാ, ഉഴറണ ഷോട്ട് നമുക്ക് ചുമ്മാ റിപ്പീറ്റ് ചെയ്ത് ഇടാം. റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണിക്കാം. എടാ, ഞാൻ പറയണല്ല, നീ കൃത്യമായിട്ട് എഴുതി എടുക്കണുണ്ടല്ലോ, മനസ്സിലായ? അവ അവിടെ നിന്ന് ചിന്തിച്ചു ഇങ്ങനെ സാരിയും പിടിച്ചോണ്ട്. ഇനി എവിടെ തൂങ്ങണം? എടാ, ഞാൻ പറയണ കേട്ടിട്ട് എഴുതി, തൂങ്ങണം. തൂങ്ങണം. അവൻ മന്ത്രിച്ചു, എന്റെ ഭാനുമതിയെ കുറിച്ചുള്ള ഓർമ്മകളുമായി അവൻ ഒന്ന് തീർച്ചപ്പെടുത്തി. തൂങ്ങാൻ ഫാൻ മതി. അയ്യോ, ഫാനിന്റെ കോസം വേണമെങ്കിൽ ഫാനിന്റെ പരസ്യം ഇവിടെ കട്ട് ചെയ്ത് കേട്ടാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് കറക്റ്റ് ആയിട്ട് നീ എഴുതി വെക്കണം, കംപ്ലീറ്റ് എഴുതിട്ട്. ഓക്കെ, വിശാം വരുമ്പം നമുക്ക് ചെകുത്താന്റെ ഓർമ്മ, അല്ലെങ്കിൽ അത് വേണ്ട, കിടന്നമ്പായി കണ്ടില്ല, അതായിരിക്കും ബെസ്റ്റ്. അങ്ങനെ ഒരു ടൈറ്റിൽ എടുക്കാം. എങ്ങനെയുണ്ട്? അതെ, സാറ് സ്ഥിരം നടക്കുമല്ലേ? അല്ല, നീ സാറിന് ബ്രാക്കറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ല, ഞാൻ ഒരു റൈറ്ററാണ്. സ്റ്റേഷനിലല്ല, സ്ക്രിപ്റ്റ് റൈറ്റർ. അതിനിപ്പോ ഞാനെന്ത് വേണം? ഈ വഴി നടക്കാതിരിക്കണോ? അതൊന്നും അല്ല സാർ, ഞാൻ ഈ കോളനിയെ പശ്ചാത്തലമാക്കി ഒരു സീരിയൽ എഴുതുന്നുണ്ട്. എഴുതിക്കോ, ആര് പറഞ്ഞു വേണ്ടെന്ന്?
അതിലെ കോളനി പ്രസിഡന്റ് കല്യാണമൂർത്തിക്ക് സാറിന്റെ അതേ കട്ടാണ്. അതുകൊണ്ട് സാറിനെ ഇതിൽ അഭിനയിപ്പിക്കും. സാറിന് ഞാൻ ടോപ്പ് ആക്കും. ഓ പലവട്ടന്മാരെ കണ്ടിട്ടുണ്ട്. ഇത് കൂടി ഇനമാണെന്ന് തോന്നുന്നു. എനിക്ക് പറ്റില്ലെന്ന്. അയ്യോ സോറി അതൊരു സിനിമയുടെ പേരാ. സ്ത്രീ ഒരു പെണ്ണ്, അവൾ ഒരു അവതാരം, കുങ്കുമപ്പൂവ്, സന്ധ്യക്കെന്തിന് സിന്ദൂരം. തീർന്നില്ല, അടുക്കളപ്പടിയിൽ നിന്നെയും കാത്ത്. ഈ സീരിയലൊക്കെ എഴുതിയ ആളാരാ? അത് നമ്മുടെ CK സുന്ദരേശൻ. എന്നാന്ന് ചോദിക്കാൻ കാര്യം? അയ്യോ, ഈ CK സുന്ദരേശൻ ഇപ്പൊ താമസിക്കുന്നതേ നമ്മുടെ കോളനിയിലാ. എവിടെ? ഫസ്റ്റ്. അയ്യോ, അയാളെ ഒന്ന് പരിചയപ്പെട്ടാ കൊള്ളാന്നുണ്ടായിരുന്നു. ആണല്ലേ? അമേരിക്കയിലെ മലയാളി സമാജത്തിന്റെ പ്രോഗ്രാമിന്. അയ്യോ സോറി ഇയാളും വന്നിട്ടുണ്ടായിരുന്നേ. അന്ന് ഒരുപാട് ദൂരെന്നാ ഞാൻ കണ്ടതേ. ഓ, സിന്ദൂരത്തിന് എന്തിനു സന്ധ്യ എന്നെ ഒരുപാട് കരയിച്ച ഒരു സീരിയലായിരുന്നു കേട്ടോ. അയ്യോ സോറി കേട്ടോ. അല്ല, അയാളെ എവിടാ താമസിക്കുന്നെന്ന് പറഞ്ഞേ? അത് പറയാനല്ലേ പ്രധാനമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മളെ സർക്കിൾ പ്രകാശന്റെ വാടക വീട്ടിലാണ് സുന്ദരേശൻ താമസിക്കുന്നത്. എന്നാ അവിടെ അയാളൊക്കെ ഇത്തിരി കൂടും. ആ സുന്ദരേശനെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും നമ്മുടെ വലയിലാക്കണം. കാരണം ഈ കോളനിയെ പറ്റിയാണ് അയാളുടെ പുതിയ സീരിയലിന്റെ കഥ. ചിലപ്പോ ഞാനും ചേട്ടത്തിയൊക്കെ കഥാപാത്രങ്ങളായെന്ന് വരും. ആ പ്രകാശ സാറ്, സുമയും, ആ പാഷാണത്തി കൃമിയും, ഏതാ ആ മണിയില്ലേ ആ വീട്ടിലെ ജോലിക്കാരൻ, അവരും ചേർന്ന് നമ്മളെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായമായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ വന്നാൽ നമ്മളൊക്കെ ദുഷ്ട കഥാപാത്രങ്ങളായിരിക്കും അവതരിപ്പിക്കേണ്ടി വരുന്നത്. എന്താ ഇത്? ചേട്ടത്തിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? എന്ത് വേണ്ടേ? എന്റെ ചേട്ടത്തി ഒന്ന് തുറന്ന് പറ. പണ്ട് ഞാൻ പള്ളിയിലും സ്കൂളിലും ഒക്കെ ഒരുപാട് നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓ അത് ശരി. ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ അന്നമ്മേ. നാളെ ഇപ്പൊ ഒരുത്തന്നെ വഴി തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിട്ട് പറയുക സീരിയൽ അഭിനയിപ്പിച്ചിട്ടേ അടങ്ങുന്നു. അത് ശരി. എന്താ പേര്? ഏതോ ഒരു മങ്കി സുന്ദരേശനോ. CK സുന്ദരേശൻ. ആരെങ്കിലും വേണ്ട, നീ ഒരു ചായ എടുക്ക്. അല്ല, എനിക്ക് പാർട്ടി കമ്മിറ്റി. അത് ശരി. അപ്പൊ സുന്ദരേശ സാറിന്റെ നിരീക്ഷണത്തിലാണ് ചാക്കോ സാറ്, അന്നമ്മ, ചേട്ടത്തി. അല്ല ഈ ഓസം. സാറേ, ചേച്ചി, സാറേ, എന്താ ചേച്ചി ഇങ്ങോട്ട് വന്നേ. നമ്മുടെ CK സുന്ദരേശൻ സാറ് ദാ പത്രത്തിലുണ്ട്. അയ്യോ ഭഗവാനെ, ഇന്നലെയും കൂടെ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് സംസാരിച്ചത്. എന്റെ പൊന്ന് സാറേ, അതല്ലെന്ന്. സുന്ദരേശ സാറിന് അവാർഡ് കിട്ടി. വാർത്ത നീ പേടിപ്പിച്ച് കളഞ്ഞല്ലേ. കഴിഞ്ഞ വർഷത്തെ തിരക്കഥയ്ക്കുള്ള ചെല്ലയ്യ ഫൗണ്ടേഷൻ അവാർഡ് CK സുന്ദരേശന്റെ സിന്ദൂരത്തിനെന്തിന് സന്ധ്യ എന്ന തിരക്കഥയ്ക്കാണ് ലഭിച്ചത്. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. 25,000 രൂപ? നമുക്ക് സുന്ദരേശനെ ഡാവിൽ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ച് ഒരു സ്മോളും കുറച്ച് ചിക്കനും ഒക്കെ വാരിയിട്ട് അയാളെ കയ്യിലെടുക്കണം. ഇപ്പോഴേ അവനെ സോപ്പിട്ട് വച്ചാലേ പുതിയ സീരിയൽ തുടങ്ങുമ്പോ എനിക്ക് സംഗീത സംവിധാനം ചെയ്യാൻ പറ്റൂ. ഇനി എന്നാണ് സാറിന്റെ പടവും പേരും ഒക്കെ പത്രത്തിൽ അടിച്ചു വരുന്നത്? എന്റെ ഭഗവാനെ, ഉടനെ വരുവടേ. നീ നോക്കിക്കോ, സംഗീത സംവിധാനത്തുള്ള അവാർഡ് കിട്ടിയില്ലെങ്കിൽ തിരക്കഥയ്ക്കോ സംവിധാനത്തിനോ എന്തെങ്കിലും ഒരു അവാർഡ് ഞാൻ അടുത്ത കൊല്ലം അടിച്ചെടുത്തിരിക്കും. നടക്കുന്ന കാര്യമല്ലേ പറയണ സാറേ. കൊണ്ടൊന്നും പറയാ. പോടാ, വണ്ടി കയറി ചത്താലും പടം പത്രത്തിൽ വരും. അല്ല സാറേ, ഉടനെ തന്നെ സാറിന്റെ പടം പത്രത്തിൽ വരുമെന്ന്. ചെന്ന് വണ്ടി കഴിവ്. ഒരു ഇഡലിയും കൂടെ വെക്കട്ടെ ചേട്ടാ? വേണ്ടടി. തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ CK സുന്ദരേശൻ തന്നെയാണെന്ന്. വാ, അവാർഡ് കിട്ടിയ വിവരം വെളുപ്പാൻ രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ അറിയണത്. എന്തൊരു തോന്നിയെന്നാ, എന്തൊരു തോന്നായി. പിന്നെ അമ്മയുടെ സങ്കടങ്ങൾ തോന്നിയില്ല ഏട്ടാ. വാ, ശരി ശരി ശരി, വിളിക്ക്. നിങ്ങളാണ് അണ്ണ കാലത്ത് മുതൽ ഈ സമയം വരെ ഈ ഫോണിന് ഒരു വിശ്രമവും ഇല്ലായിരുന്നു. ഇത് പത്രത്തിൽ നിന്നാ. എല്ലാവർക്കും ഇന്റർവ്യൂ വേണം, ഫാമിലി ഫോട്ടോ വേണം. ഞാൻ എന്തൊരു ചെയ്യാ അണ്ണ. പിന്നെ കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കരുന്നു തമ്പി അണ്ണ ഒരു അവാർഡ് ഒപ്പിക്കണോന്ന്. 10 രൂപ ചെലവാക്കിയാലെന്ത്, ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടിയില്ലേ. കളർ പടങ്ങളല്ലേ പത്രമായ പത്രത്തിലല്ല അച്ചടിച്ച് വന്നേക്കണത്. അതിരിക്കട്ടെ, അണ്ണൻ കണ്ട? ഞാൻ കണ്ടു. അപ്പോ ഇതൊക്കെ ഇത് ഞാൻ കായോലെടുത്ത് വാങ്ങിച്ചു വെച്ചേക്കണത്. ആരെങ്കിലും വന്നു കണ്ട കടയ്ക്കൊരു പോതരവ് വേണ്ടേ? വലിയ വലിയ എഴുത്തുകാരുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കണത് നിങ്ങൾ കണ്ടിട്ടില്ലേ അണ്ണാ? എന്തിനാടെ ഇത് തന്നെയല്ലേ പറഞ്ഞ സാധനം? ഇവിടെ തള്ളേ, അമ്മയുടെ നിന്നെ സമ്മതിച്ചേട്ടെ. ഇത് നോക്കി, പ്രശംസാപത്രം.
25,000 രൂപ ശില്പം പോരാഞ്ഞിട്ട് പ്രശംസാപത്രവും ഞാൻ തന്നെ റെഡിയാക്കണമെന്ന് വെച്ചാ അവാർഡ് ഒപ്പിക്കാൻ ഇപ്പൊ ഭയങ്കര പാടണ്ണ. അതെ അതെ. ഇതൊക്കെ ശരി, നമ്മുടെ കാര്യം എന്തായി? എഴുതി തുടങ്ങിയോ? അണ്ണന് ഞാൻ ഒരു കിണ്ണ സാധനം ഒരുക്കി എഴുതി തരാൻ പോണത്. അതിനു വേണ്ടിയില്ലേ ഞാൻ ഈ കോളനിയിൽ വന്ന് താമസം തുടങ്ങിയത് തന്നെ. കോളനിയിലെ പച്ചയും പഴുത്തതുമായ ജീവിതങ്ങളുടെ കറകളഞ്ഞ ആവിഷ്കാരമായിരിക്കും ആ സീരിയല്. എന്ന് വെച്ചാ കറിയില്ലാത്ത ആവിഷ്കാരം. യവൻ പറഞ്ഞാണ് കറക്റ്റ്. ഡേ മേല എന്റെ ഒപ്പം സംസാരിക്കല്. നീ പോടാ പോ, ഇതും കൂടെ വാങ്ങിച്ചോണ്ട് പോ. അഭിപ്രായം പണയാൻ വന്നേക്കണ്. ദേ ഒരുപാട് താമസിക്കരുതേ. അണ്ണനാണ് ഇല്ല അണ്ണ. ഞാൻ ഈ കോളനിയിലുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളു. അണ്ണന് കുടിക്കാൻ എന്തെങ്കിലും? നത്തിങ്. സോറി, അതിവിടെ ഇല്ല. തേലുള്ള അങ്ങോട്ട് ഇറങ്ങൂലേ? അല്ലെങ്കിൽ വേറെ ബോഞ്ചി എടുക്കാം. ഒന്നും വേണ്ട. ഓ ഒരു മിനിറ്റ്. ഹലോ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി ശരി ശരി, പോയി. അയ്യോ, അത് കൂടെ പറഞ്ഞത്. ഓക്കെ. എപ്പാ? ഈ രാത്രി ഇല്ല. വരി വരി വരി. ടി വിക്കാർ ഇന്റർവ്യൂവിന് വരണമെന്ന്. ഈ യവന്മാരൊക്കെ ഇന്റർവ്യൂ ചെയ്യണമുള്ള ഇക്കളിയാക്കാതെ വിട്ടാ മതിയായിരുന്നു. രാവിലെ തന്നെ 2 പാരകൾ വരുന്നുണ്ട്. നമസ്കാരം. എന്താണ് നേതാവും മെമ്പറും കൂടെ ജോഡിയായിട്ട്? പിന്നെ ആ പയ്യന്മാരുടെ കേസിനെ കുറിച്ചാണെങ്കിൽ കേസ് അന്വേഷണം ഞങ്ങൾ അങ്ങ് കാഠ്മണ്ഡുവിലേക്ക് വ്യാപിപ്പിച്ചിരിക്കും. അയ്യോ, അതെന്ത് കാഠ്മണ്ഡുവിലോട്ട് വ്യാപിപ്പിച്ചത്? അവിടെ ഇപ്പൊ നല്ല സീസൺ അല്ലേ? ആണല്ലേ. പിന്നെ ഞങ്ങൾ വന്നത് അതിനെ കുറിച്ച് അന്വേഷിക്കാനല്ല. അതിനെ കുറിച്ചല്ലേ? അല്ലേ? എന്നാ പിന്നെ വരി, നമുക്ക് ആദ്യം സംസാരിക്കാം. ഓ കൂടെ വണ്ടി ഓടിച്ച് കളിക്കാതെ ജോലി. നമ്മളെ ഇതെന്തോ ചില കൊനഷ്ട വേലകൾ ഉണ്ടാക്കാനുള്ള ചർച്ചയാണല്ലോ. Colony.